മാനന്തവാടിയുടെ UDF സ്ഥാനാർത്ഥി ഉഷാ വിജയൻ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ നാളെ വിധി വരികയാണ്. എന്താണ് പ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയാണ്. UDF എന്തായാലും ഈ ഒരു മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വളരെ ആവേശകരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ UDFിൻ്റെ വിജയം സുനിശ്ചിതമാണ്. പൊതുപ്രവർത്തന രംഗത്തേക്ക് ഉഷേച്ചി ഇറങ്ങിയ സമയം മുതൽ ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന പല സംവിധാനങ്ങളും ഉഷേച്ചി പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന സമയത്തൊക്കെ കൊണ്ടുവന്നതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരു പരാജയം അറിഞ്ഞിട്ടില്ല. അപ്പോൾ വിജയത്തിലേക്ക് തന്നെ സുനിശ്ചിതം എന്നാണ്. ഉറപ്പായിട്ടും. കാരണം മാനന്തവാടി ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരുന്ന കാലം ഉണ്ടായിരുന്നു 2010. അതിനുശേഷമാണ് പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിട്ടുള്ളത്. മാനന്തവാടിയിലെ അന്ന് ജില്ലാ ഹോസ്പിറ്റലായിരുന്നു. ഒരുപാട് വികസനങ്ങൾ അന്ന് ജില്ലാ ഹോസ്പിറ്റലിൽ മാത്രം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ നേതൃത്വത്തിൽ. ഇപ്പോഴത്തെ മെറ്റേണിറ്റി വാർഡ്, അതുപോലെ തന്നെ സർജിക്കൽ വാർഡ്, ട്രോമ കെയർ, ഡയാലിസിസ് യൂണിറ്റ്, ഇതൊക്കെ ആ കാലത്താണ് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഹോസ്പിറ്റലിൻ്റെ അതോറിറ്റിയിലായിരുന്ന കാലത്ത്. ഇന്ന് മാനന്തവാടിയിൽ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു കാലഘട്ടത്തെ എന്നെ ഓർക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. ആ ഒരു സാധ്യത എനിക്ക് വളരെ അനുകൂലമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. വളരെ വിജയപ്രതീക്ഷയാണ്. തീർച്ചയായിട്ടും വിജയം 100% ഉറപ്പാണ്. വലിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഉഷേച്ചി അന്ന് കൊണ്ടുവന്ന സംവിധാനങ്ങൾ അതിനല്ലാതെ പിന്നീട് ഒന്നും തന്നെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നിട്ടില്ല. ഇപ്പോൾ നിലവിൽ CT സ്കാൻ സംവിധാനം പോലുമില്ല. ഇപ്പോൾ വിജയിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ ആളുകൾക്ക് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുവരുന്ന സംവിധാനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ CT സ്കാൻ പോലുള്ള സംവിധാനങ്ങളൊക്കെ എത്രയും വേഗം പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് ഇടപെടൽ നടത്തുമോ? തീർച്ചയായിട്ടും. കാരണം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അതിന് ശേഷമുള്ളൊരു വികസനം എനിക്ക് തോന്നിയിട്ടുള്ളത് 46 കോടി രൂപയുടെ ഒരു ബിൽഡിങ്ങാണ്. അത് അന്ന് PK ജയലക്ഷ്മി മാഡം മിനിസ്റ്ററായിരുന്ന കാലത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ് നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്ത ഒരു സംവിധാനം അല്ലാതെ പുതിയൊരു സംവിധാനം അവിടെ കണ്ടിട്ടേയില്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ച ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു സമരം പോലും ഉണ്ടായിട്ടുണ്ട്, CT സ്കാൻ പ്രവർത്തനമല്ല എന്നുള്ളത്. ഏറ്റവും ആദ്യം അതിൻ്റെ ഇടക്കാലത്തൊന്ന് ഈ മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ നിന്ന് മാറ്റുമെന്ന് പറഞ്ഞിട്ട് ടോക്കൊക്കെ എനിക്കെതിരെ വലിയ നെഗറ്റീവായിട്ട് വാർത്ത വന്നിരുന്നല്ലോ. മാറ്റുമെന്നല്ല, അടിമുടി മാറ്റും. മാനന്തവാടി മെഡിക്കൽ കോളേജിനെ മെഡിക്കൽ കോളേജാക്കി വയനാട് ജില്ലയ്ക്ക് സമർപ്പിക്കാൻ എൻ്റെ എല്ലാ തരത്തിലുള്ള ഇടപെടൽ ശക്തമായി ഉണ്ടാകുമെന്നും കൂടി ഒരവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മന്ത്രി ആയിരുന്ന OR കേളുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലാണ്. 2 തവണ വിജയിച്ചു. 3-ാം തവണ ഹാട്രിക് അടിക്കുമെന്നൊക്കെ ആണ് CPM വൃത്തങ്ങളിൽ നിന്നൊക്കെ വരുന്നത്. എന്താ നിങ്ങളൊരു പൊതുവേ ഉള്ളൊരു അനാലിസിസിൽ നിന്നൊരു മനസ്സിലായത്? മാനന്തവാടി എന്ന് പറയുന്നത് UDFിൻ്റെ ഒരു തട്ടകമാണ്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ചെറിയ അനൈക്യവും അസ്വാരസ്യങ്ങളൊക്കെയാണ് നമുക്ക് UDFിന് ഈ സീറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ UDF ഒറ്റക്കെട്ടാണ്. ഒരു തരത്തിലുമുള്ള ഒരു പ്രതികൂല സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നില്ല. വളരെ അനുകൂലമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഇലക്ഷൻ വർക്കൊക്കെ ടീം UDF എന്നുള്ള തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലും നേതൃത്വവും അതുപോലെ തന്നെ ആ ഒരു കോർഡിനേഷനൊക്കെ നമുക്ക് വളരെ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. ഒരു വോട്ട് പോലും UDFിന് ചോർന്നു പോകാതെ മുഴുവൻ വോട്ടുകളും UDF അത് വിജയിക്കുന്നതിനുള്ള ഒരു സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് 10,000-ന് മുകളിലൊക്കെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 10,000-ന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുള്ളത്. അതുണ്ടാകും. UDFിൻ്റെ ഉറച്ച കോട്ടയായ മാനന്തവാടിയിൽ ഇത്തവണ വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഉഷാ വിജയൻ. അതോടൊപ്പം മാനന്തവാടി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിന് തക്കതായ പരിഹാരം കാണും എന്നും ആണ് ഉഷാ വിജയൻ നമ്മളോട് പ്രതികരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ടോണി K. ആൻ്റണിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ.